നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം? കിള്ളിയാറിന്റെ കരയിൽ ഒരു വൃദ്ധൻ സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാൻ പോകുകയുണ്ടായി. അവിടെ അദ്ദേഹം തേജസ്വിയായ ഒരു പെൺകുട്ടിയെ കാണുകയും നദി മുറിച്ചു കടക്കാൻ സഹായിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ മുഖത്തെ തേജസ് കണ്ട വൃദ്ധൻ അവളെ തന്റെ ഗൃഹത്തിലേക്ക് തങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനും ക്ഷണിച്ചു. എന്നാൽ ഗൃഹത്തിലെത്തിയ ശേഷം പെൺകുട്ടി അപ്രത്യക്ഷമായി. അന്ന് രാത്രി അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനമുണ്ടായി. സാക്ഷാൽ ദേവി തന്നെയായിരുന്നു ആ പെൺകുട്ടി. ദേവി നിർദ്ദേശിച്ച സ്ഥലത്ത് അങ്ങനെ അദ്ദേഹം ഒരു ക്ഷേത്രം പണിതു. അതാണ് ഇന്ന് നാം കാണുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഇളങ്കോ അടികളുടെ ശില്പാധികാരത്തിലെ കണ്ണകിയുടെ ദിവ്യ രൂപമാണ് ആറ്റുകാലമ്മ. മധുരയെ നശിപ്പിച്ച ശേഷം കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായ ദേവി ആറ്റുകാലിൽ താമസിക്കുകയുണ്ടായി. അവിടെ തനിക്കൊരു വാസസ്ഥലം വേണമെന്ന് ദേവി ആഗ്രഹിക്കുകയും വൃദ്ധന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ക്ഷേത്രമുണ്ടായതെന്നാണ് വിശ്വാസം. ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ സംഗമത്തിനാണ് ആറ്റുകാൽ ക്ഷേത്രം വേദിയാകുന്നത്. ഇക്കൊല്ലവും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിടാൻ വരുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.